51,27,928 ചതുരശ്ര കിലോമീറ്റർ ഉപരിതല വിസ്തീർണമുള്ള ഈ പ്രവിശാലമായ ഭൂമിയെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാ. ഈ ഭൂമി അല്ലാഹു തആല ആദ്യമായി ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ മാലാഖമാർ നോക്കിക്കൊണ്ട് നിൽക്കുകയാ. അല്ലാഹുവേ, എത്ര വലിയ പടപ്പിനെയാണ് അല്ലാഹു തആല പടച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ മാലാഖമാർ നോക്കുമ്പോൾ ഭൂമി ഇങ്ങനെ ആടി ഉലയുകയാ. ഭൂമി ഇങ്ങനെ ആടി ഉലയുന്നു. ഭൂമിയുടെ ആടി ഉലയൽ കണ്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുകയാ. മാലാഖമാർ അത്ഭുതപ്പെടുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള പർവ്വതങ്ങളെ സൃഷ്ടിക്കുന്നത്. ഫഖലഖൽ ജിബാൽ, അല്ലാഹു തആല പർവ്വതങ്ങളെ സൃഷ്ടിക്കുകയാ. പർവ്വതങ്ങളെ എപ്പോഴാണോ അല്ലാഹു തആല സൃഷ്ടിച്ചത്, ആ പർവ്വതത്തെ സൃഷ്ടിക്കുന്ന നേരത്തിതാ ഭൂമി നിശ്ചലമാവുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഭൂമിയായി മാറുന്നു. മലക്കുകൾ ഇത് കണ്ട് വിശ്വസിക്കുകയാ. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും കടുകട്ടിയായ സൃഷ്ടി, നിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശക്തമായ സൃഷ്ടി അത് മലകളാണ്, പർവ്വതങ്ങളാണെന്ന് മലക്കുകൾ വിശ്വസിക്കുകയാ. ആ മാലാഖമാർ അല്ലാഹുവിനോട് ചോദിക്കുകയാ, യാ റബ്ബി ഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ് മിനൽ ജിബാൽ. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ നിന്ന് അമ്പിളി അമ്മാവനോട് തൊട്ടുരുമ നിന്നുകൊണ്ടടക്കം പറയുന്ന പർവ്വതങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മറ്റേതെങ്കിലും സൃഷ്ടികളുണ്ടോ പടച്ചവരെ? നമ്മുടെ നോട്ടത്തിൽ പർവ്വതമാണ് നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശക്തമായ സൃഷ്ടി. അല്ലാഹു തആല പറയുകയാണ്, നഅം അൽ ഹദീദ്. അതേ മാലാഖമാരെ, എന്റെ സൃഷ്ടികളിൽ ഈ പർവ്വതങ്ങളെക്കാളും ശക്തിയുള്ള സൃഷ്ടിയുണ്ട്, അത് ഇരുമ്പാണ്, ഇരുമ്പ്. വീണ്ടും മലക്കുകൾ ചോദിക്കുന്നു, ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനൽ ഹദീദ്. അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഈ ഇരുമ്പിനേക്കാളും ശക്തിയുള്ള ഏതെങ്കിലും ഒരു പടപ്പിനെ നീ പടച്ചിട്ടുണ്ടോ? അല്ലാഹു തആല പറയുന്നു, നഅം അന്നാർ. അതെ, എന്റെ സൃഷ്ടികളിൽ ഇരുമ്പിനേക്കാളും ശക്തിയുള്ള സൃഷ്ടിയുണ്ട്, അത് അന്നാർ, അത് തീയാണ്. ലോകത്തെ മുഴുവനും വിഴുങ്ങാൻ ശക്തിയുള്ള തീയാണ്. വീണ്ടും മാലാഖമാർ ചോദിക്കുന്ന, പടച്ചവനെ, ഫഹൽ മിൻ ഖൽഖിക ശൈഉൻ അശദ്ദു മിനന്നാർ.